വാഹനപ്രേമികൾക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇന്നത്തെ വീഡിയോയിൽ. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇന്ന് നിൽക്കുന്ന ഈ ഒരു ഷോറൂം നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പുഴക്കൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള നിപ്പോൺ ടൊയോട്ടയുടെ ഓതറൈസ്ഡ് യൂസ്ഡ് ഷോറൂം ആയിട്ടുള്ള യൂട്രസ് യൂസ്ഡ് ഷോറൂമാണ്. ഈ ഷോറൂമിൽ നമ്മുടെ ടൊയോട്ടയുടെ വാഹനങ്ങൾക്കെല്ലാം തന്നെ 2 വർഷം വരെ വാറന്റി കൊടുക്കുന്നുണ്ട്, സർവീസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ടൊയോട്ടയുടെ വാഹനങ്ങൾ മാത്രമല്ല അതർ ബ്രാൻഡ് വാഹനങ്ങളും അവൈലബിൾ ആണ്. ഇതിന്റെ സന്തോഷമുള്ള മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തരുന്ന സപ്പോർട്ട്, നിങ്ങൾ തരുന്ന സഹകരണം. അതായത് ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ ഒരു ടൊയോട്ടയുടെ ഓതറൈസ്ഡ് യൂസ്ഡ് ഷോറൂം പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം. അപ്പോൾ ആ മാസം നമ്മൾ ചെയ്ത വീഡിയോസിന് നിങ്ങൾ കൊടുത്ത സപ്പോർട്ടും നിങ്ങൾ കൊടുത്ത സഹകരണവും കാരണം നമ്മൾ ഈ മാസവും ഇവിടെ നമ്മൾ രണ്ടാമത് വീഡിയോ ചെയ്യാൻ വന്നിട്ടുണ്ട്. ഈ വീഡിയോക്കും അതായത് ഇന്നത്തെ വീഡിയോക്ക് നിങ്ങൾ പരമാവധി സപ്പോർട്ടും സഹകരണം കൊടുക്കണം. ഇപ്പോൾ ഇയർ എൻഡിങ് ആണ്, ക്രിസ്മസ് ആണ്, ന്യൂ ഇയർ ആണ്. ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളും വാഹനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാ വാഹനങ്ങളും നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങളാണ്, വാറന്റി അവൈലബിൾ ആണ്. കൊടുത്തിരുന്ന വിലയിൽ നിന്ന് അതായത് നല്ല രീതിയിൽ ഡിസ്കൗണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് വാഹനങ്ങൾ കൊടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോസ് കണ്ട ആളുകൾക്ക് അത് മനസ്സിലാവും. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അപ്പോൾ പ്രൈസ് എത്രത്തോളം താഴ്ത്തിയിട്ടുണ്ട്, ഇവരുടെ ഓഫേഴ്സ് എന്താണ്, അതുപോലെ തന്നെ നിലവിലുള്ള വാഹനങ്ങൾ ഏതൊക്കെയാണ്, അതിനൊക്കെ എത്രയാണ് പ്രൈസ് എന്നൊക്കെ വളരെ വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഇത്തവണ ഞാൻ എത്തിക്കുകയാണ്. പരമാവധി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഈ ഒരു ഷോറൂമിൽ നിലവിൽ ഒരു 10-40ഓളം യൂസ്ഡ് വെഹിക്കിൾസ് ഉണ്ട്. ചിലപ്പോൾ 2 എപ്പിസോഡായിട്ടായിരിക്കും വീഡിയോ ചെയ്യുക. 2 എപ്പിസോഡ് മുഴുവനായിട്ട് കാണുക. ഈ ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ പുഴക്കൽപ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ ശോഭ സിറ്റിയുടെ ഒക്കെ തൊട്ടടുത്താണ് ഈ ഷോറൂം ഉള്ളത്. പുതിയ ടൊയോട്ടയുടെ ഷോറൂമിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ഒരു ഷോറൂം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടൊയോട്ടയുടെ വാഹനങ്ങളും അതർ ബ്രാൻഡ് വാഹനങ്ങളും വളരെ വിശ്വാസത്തോടു കൂടി വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രം മതി. വരാൻ പറ്റുന്നവർ എന്തായാലും ഷോറൂമിലേക്ക് വരിക. അല്ലാത്തവർക്ക് കോൺടാക്റ്റുള്ള നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. എല്ലാ വാഹനങ്ങളും വളരെ വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് വീഡിയോ എത്തിക്കുന്നത്. നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും നല്ല നല്ല യൂസ്ഡ് വെഹിക്കിൾസ് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് അവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പൊ പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വാഹനങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിരുന്ന ഇവിടുത്തെ ആൻഡോ സാറാണ്. നമസ്കാരം. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ മാസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആ വീഡിയോ? അതിൽ അത്യാവശ്യം കുറെ എൻക്വയറികൾ വന്നിരുന്നു. സെയിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നടന്നിട്ടുണ്ട്. എൻക്വയറികളും വിളികളും കോളുകളും ഒക്കെ ഇഷ്ടം പോലെ വന്നു അല്ലേ? നമ്മുടെ പ്രേക്ഷകർ കൊടുക്കുന്ന സപ്പോർട്ടാണ് ഈ വീഡിയോക്കും നിങ്ങൾ മാക്സിമം അതേപോലെ തന്നെ സപ്പോർട്ട് സഹകരണം കൊടുക്കണം. കാരണം ഇപ്പൊ ഇയർ എൻഡിങ് ആണ്, ന്യൂ ഇയർ ആണ്, അതുപോലെ തന്നെ ക്രിസ്മസും കാര്യങ്ങളൊക്കെ വരികയാണ്. ഒരുപാട് ഓഫേഴ്സും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നിലവില് ഡിസ്കൗണ്ടും കാര്യങ്ങളുണ്ട് ക്രിസ്മസും ന്യൂ ഇയറിന്റെ ഒക്കെ പ്രമാണിച്ചിട്ട്. പിന്നെ നമ്മളിപ്പോ അടുത്ത വർഷം തൊട്ടിട്ട് വണ്ടികൾക്കൊക്കെ വില കൂടാൻ പോവാ. അപ്പൊ അതിന്റെ ഒരു ഓഫറൊക്കെ നന്നായി ടൊയോട്ടയിൽ നടക്കുന്നുണ്ട്. അല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ നമ്മള് ഈ ഒരു നിപ്പോൺ ടൊയോട്ടയുടെ യൂട്രസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഷോറൂമിൽ വാഹനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ വാറന്റിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2022 മോഡലാണ്. ഇതിന് നമുക്ക് 2 വർഷം വാറന്റി കാര്യങ്ങളും കിട്ടും. 2 വർഷം വാറന്റി കൊടുക്കുന്നുണ്ട്. ഗിയർ ബോക്സ്, എഞ്ചിൻ, ഡ്രൈം ഷാഫ്റ്റ്, അങ്ങനെ എല്ലാത്തിനും 2 വർഷം വാറന്റി കൊടുക്കുന്നുണ്ട്. 3 സർവീസും ഇതിന് 3 ഫ്രീ സർവീസും കൊടുക്കുന്നില്ല. ഇപ്പൊ ടൊയോട്ടയുടെ ഏത് ഷോറൂമിൽ നമുക്ക് പോകാൻ പറ്റില്ല. ഓൾ ഇന്ത്യയിൽ വേണമെങ്കിൽ എവിടെ വേണം. ഓൾ ഇന്ത്യ. അതായത് ഇപ്പൊ ഇവിടുന്ന് വാഹനങ്ങൾ എടുത്തെന്ന് വിചാരിച്ചിട്ട് സർവീസിനും അതുപോലെ തന്നെ വാറന്റി ക്ലെയിം ചെയ്യാനൊന്നും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ഓൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് 2022 മോഡലാണ്. 25,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന സിംഗിൾ ഓണർ പ്രീമിയം മാനുവൽ വേരിയന്റ്. ഈ പ്രീമിയം വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഇതില് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ് വരുന്നത്. ഡയമണ്ട് കട്ട് അലോയ് വരും. അലോയില് പിന്നെ നമുക്ക് സീറ്റ് കവർ അടിച്ചിട്ടുണ്ട്. പിന്നെ സെറ്റ്, റിവേഴ്സ് ക്യാമറ. ഈ പ്രീമിയം എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടി. അപ്പൊ എല്ലാ ഫീച്ചേഴ്സും ഇതിലെല്ലാം ഉള്ളതാണ്. റിവേഴ്സ് ക്യാമറ, കാര്യങ്ങളൊക്കെ. ഇത് സിംഗിൾ ഓണർ ആണ്. 25,000 കിലോമീറ്റർ ഓടി. പെട്രോൾ വണ്ടി അല്ലേ? ഇത് കമ്പനി സർവീസും കാര്യങ്ങളാണ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതിനാണ് വാറന്റി തരുന്നത്. നമ്മൾ ഇതിന് വാറന്റി കൊടുക്കുന്നുണ്ട്. 2 ഇയർ വാറന്റി കൊടുക്കുന്നുണ്ട്. 2 വർഷം വാറന്റി ഉണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട്. അതായത് ഒരു അർബൻ ക്രൂയിസർ പുതിയത് എടുക്കുന്ന അതേപോലെ നമുക്ക് എടുക്കാം. പിന്നെ ലോൺ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ഫുൾ ലോൺ വേണമെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. നല്ലൊരു പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ലോൺ അവൈലബിൾ ആണ്. അതായത് വാങ്ങാൻ വരുന്ന കസ്റ്റമർ നല്ല പ്രൊഫൈലുള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ ഈ പറയുന്ന വാഹനത്തിന് 100% ലോൺ സൗകര്യം ലഭ്യമാണ്. 100%. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന് വരുന്നത് നമുക്ക് 9.5 ലക്ഷം രൂപയാണ്. 9,50,000 ചോദിക്കുന്ന പ്രൈസ് അല്ലേ? ഇത് 2016 മോഡല് കൊറോള ഓൾട്ടീസ് അല്ലേ? വേരിയന്റ് ജി എന്ന് പറഞ്ഞ മോഡലാണ്. സെക്കൻഡ് ഓപ്ഷൻ ആണ് വരുന്നത്. പെട്രോൾ വണ്ടി രണ്ടാമത്തെ ഓണർഷിപ്പ് ഉള്ളതാണ്. എത്ര കിലോമീറ്റർ ഓടി? 48,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ജെനുവിൻ കിലോമീറ്റർ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. ഇതിന് നമ്മൾ 6 മാസം വാറന്റി കൊടുക്കുന്നുണ്ട്. 6 മാസത്തെ വാറന്റി കൊടുക്കുന്നുണ്ട്. ഒരു സർവീസും കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. 2016 മോഡലാണ്, എന്നിട്ടും വാറന്റി സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ജി പറയുന്ന വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഇതില് നമുക്ക് ഈ വരുന്നത് സീറ്റ് അഡ്ജസ്റ്റ് ഉണ്ടായിരിക്കും, AC ഉണ്ടായിരിക്കും, അലോയ് വീൽ ഉണ്ടാവും, കാര്യങ്ങളൊക്കെ.
പുതിയ ടയേഴ്സ് ആണ് നിലവിലുള്ളത്. പിന്നെ സീറ്റ് കവർ ഇത് ഓൾറെഡി സീറ്റ് കവർ ഉണ്ട്, റിവേഴ്സ് ക്യാമറ ഉണ്ട്, റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളും LCD ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ടച്ച് സ്ക്രീൻ എല്ലാം ഉണ്ട്, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. G എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ വരുന്ന മോഡലാണ് അല്ലേ. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന് നമ്മൾ ചോദിക്കുന്നത് 7,90,000 7,90,000 രൂപ. ലോണും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാം. അത്യാവശ്യം ഒരു നല്ല പ്രൊഫൈലിലെ കസ്റ്റമറാണ് 95 വരെയൊക്കെ വരെ നമുക്ക് ലോണും ചെയ്യാൻ പറ്റും. അടുത്തതും ഒരു യൂസ് ചെയ്യാൻ നമ്മുടെ ഒരു സ്റ്റോക്ക് ആയിട്ട് വന്നിട്ടുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് നമുക്ക് 2020 മോഡലാണ് വരുന്നത്. മിഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞ മോഡലാണ്. മിഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് മിഡിൽ ഓപ്ഷൻ ആണ് ഇത് വരുന്നത്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 29,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ജെനുവിൻ കിലോമീറ്റർ. ഇതിന് നമുക്ക് വാറന്റിയും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. വാറന്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. മിഡ് വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഇതിൽ നമുക്ക് ഈ പറഞ്ഞ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, സീറ്റ് കവർ ഉണ്ട്, റിവേഴ്സ് ക്യാമറ ഉണ്ട്, ABS, എയർ ബാഗ്. അതിൽ പ്രീമിയത്തിൽ നിന്ന് തൊട്ട് താഴെ വരുന്ന മോഡലാണ് ഇത്. അതായത് അലോയിലും കാര്യങ്ങളുണ്ടാവില്ല, വേറെ പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം ക്ലിയർ ഒക്കെ പക്കയാണ്. ഇത് നമ്മൾ 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പൊ ഇതിന് എന്തായാലും വാറന്റി നമുക്ക് 1 ഇയർ കൊടുക്കുന്നില്ലേ. അപ്പൊ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇതിന് ചോദിക്കുന്നത് നമ്മൾ 9.5 ലക്ഷം രൂപയാണ്. 9,50,000 രൂപയാണ് ചോദിക്കുന്നത്. ലോൺ ചെയ്യാൻ പറ്റില്ല. ലോൺ ഇതിന് നമുക്ക് 85-90 വരെയൊക്കെ നമുക്ക് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ 90% വരെ നമുക്ക് ലോൺ ചെയ്യാം. ഏകദേശം ഒരു 8,75 ആ റേഞ്ചിൽ ലോൺ ചെയ്യാം. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, വാറന്റിയും കാര്യങ്ങളും ഉള്ളതല്ലേ. അടുത്തായിട്ട് വാഹനപ്രേമികളുടെ ഇഷ്ടവാനായിട്ടുള്ള എത്തിയോസ് ലീവ, അതും ഡീസൽ എഞ്ചിനാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് ഡീസൽ എന്ന് പറഞ്ഞാൽ 2015 മോഡലാണ്. സിംഗിൾ ഓണർ വണ്ടി 82,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നതാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 82,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് മാത്രമല്ല നമുക്കിപ്പോ ഇതില് 6 മാസം വാറന്റി ഉണ്ട്. ഇതിന് ഒരു സർവീസും ഫ്രീ ആയിട്ട് ചെയ്യും. 6 മാസത്തെ വാറന്റി ഉണ്ട്, ഒരു ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട്. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ്? ഇതില് ഇപ്പൊ നമുക്ക് ഇപ്പൊ 2 എയർ ബാഗ് വരുന്നുണ്ട്, ABS ഉണ്ട്, ക്വാളിറ്റി സീറ്റ് കവർ ആണ്, 4 ഡോർ പവർ വിൻഡോ, 4 ഡോർ പവർ വിൻഡോ ആണ്. ടയറൊക്കെ നല്ല പുതിയ ടയറുകളാണ്, കണ്ടീഷൻ ടയറാണ്. പിന്നെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഹലോ മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. മാസത്തെ വാറന്റിയും ഒരു ഫ്രീ സർവീസ് അതിന്റെ ഭാഗമായിട്ടാണ്. വേറെ ഒന്നുമില്ല, കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇതിന് ചോദിക്കുന്നത് നമ്മൾ 5.5 ലക്ഷം രൂപയാണ്. 5,50,000 ചോദിക്കുന്നത്. ലോണും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. 2015 മോഡലാണ്. ലോണൊക്കെ നമുക്ക് ഒരു 85 വരെ കസ്റ്റമറുടെ പ്രൊഫൈൽ അനുസരിച്ചിട്ട് അതിന് കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് നോക്കിയിട്ടാണ്. ഇതിപ്പോ ലോണും കാര്യങ്ങളൊക്കെ വാഹനം എടുക്കാൻ വരുമ്പോൾ നിങ്ങൾ നമ്മുടെ ടയോട്ടയുടെ തന്നെ ഫിനാൻസ് ഉണ്ട്, ടയോട്ട ഫിനാൻസ് ഉണ്ട്. അപ്പൊ പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സെയിം കമ്പനി ആകുമ്പോൾ പിന്നെ അതിൽ വേറെ മൂലമാലങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് എത്തിയോസ്, ടയോട്ടയുടെ എത്തിയോസ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2013 മോഡൽ വണ്ടിയാണ്. 2013 49,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ G എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. G എന്ന് പറയുന്ന ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ വരുന്ന മോഡൽ. അതിൽ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ്? ഇതിൽ നമുക്ക് ഈ 4 ഡോർ പവർ വിൻഡോ ആണ്, സെൻട്രൽ ലോക്ക് ഉണ്ട്. അതേപോലെ ABS-ഉം എയർ ബാഗും വരുന്നുണ്ട്. ABS എയർ ബാഗും വരുന്നുണ്ട്. ടയറൊക്കെ ഏകദേശം പുതിയ ടയേഴ്സ് ആണ് നിലവിലുള്ളത് അല്ലേ. വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ ഇപ്പൊ അതായത് ഓണർഷിപ്പ് കൈമാറാതെ വന്നിട്ടുള്ള ഒരു വാഹനം. സിംഗിൾ ഓണർ വണ്ടി. ഇതിന് ചോദിക്കുന്ന പ്രൈസ്? ഇതിന് നമ്മൾ ചോദിക്കുന്നത് 3,90,000 രൂപയാണ് ചോദിക്കുന്നത്. 3,90,000. ഇതിൽ നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? ഇതിൽ ലോൺ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഒരു 3 ലക്ഷത്തിന് മേലെ എങ്ങനെയായാലും 3 ലക്ഷം വരെ ഷുവർ ആണ്. അതിനുശേഷം പിന്നെ കസ്റ്റമറുടെ പ്രൊഫൈൽ നോക്കിയിട്ട് ബാക്കി നമുക്ക് EMI ആയിട്ട് മാസം. ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ. അപ്പൊ 1 ലക്ഷത്തിന് ഒരു 5 വർഷത്തേക്ക് ലോൺ ചെയ്യണമെങ്കിൽ നമുക്ക് 1 ലക്ഷത്തിനൊക്കെ എത്രയാണ് EMI? നമുക്ക് 5 ഇയർ ആണെങ്കിൽ 2,370 രൂപ ആ റേഞ്ചിലാണ്. പിന്നെ കസ്റ്റമറുടെ പ്രൊഫൈൽ നോക്കിയിട്ട് അതിൽ നിന്ന് ചെറിയ വേരിയേഷൻ കുറയും കൂടാം, ചെറിയൊരു വ്യത്യാസം കൂടില്ല, കുറയുള്ളൂ. ഇത് ഏതോ ആണ് വരുന്നത്? ഇത് നമ്മുടെ ടയോട്ടയുടെ സ്പോർട്ടി ലുക്കിൽ ഒരു മിനി XUV എന്നുള്ള രീതിയിൽ ഇറക്കിയിട്ടുള്ള വണ്ടിയാണ് എത്തിയോസ് ക്രോസ് എന്ന് പറയുന്നത്. എത്തിയോസ് ക്രോസ് 2015 മോഡലാണ്. 81,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ 2015 വണ്ടി. ഡീസലോ പെട്രോളോ? ഇത് പെട്രോളാണ്. ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ വരുന്ന G എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. G എന്ന് പറഞ്ഞ വേരിയന്റിൽ വരുന്നത്. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ്? ഇതിൽ നമുക്ക് ഡയമണ്ട് കട്ട് അലോയ് വരുന്നുണ്ട്. ഫ്രണ്ടില് നമുക്ക് ഇങ്ങനത്തെ ഒരു ഗ്രില്ല് വരുന്നുണ്ട്. പിന്നെ 4 ഡോർ പവർ വിൻഡോ ആണ്. ABS വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്, സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. ഈ വണ്ടിക്ക് നമ്മൾ ഒരു 6 മന്ത് വാറന്റി കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഇത് 6 മാസത്തെ വാറന്റി നിങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ സർവീസും കാര്യങ്ങളും ഒരു സർവീസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പൊ എല്ലാ ഭാഗവും ക്ലിയർ ചെയ്തിട്ടാണ് വാഹനം കൊടുക്കുന്നത്. ഇവര് വാഹനത്തിന് വാറന്റി കൊടുക്കുന്നുണ്ട്, സർവീസ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ വേറെ നമുക്ക് ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒട്ടനവധി ചെക്ക് പോയിന്റ് കാര്യങ്ങളും പാസ്സായതിനു ശേഷമാണ് ഈ പറയുന്ന വാറന്റി ഒക്കെ നിങ്ങൾക്ക് കൊടുക്കണതല്ലേ. അപ്പൊ പിന്നെ വേറെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും നമുക്കൊരാളെ കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം, നോക്കിക്കാം. എല്ലാ സൗകര്യവും നമ്മളിവിടെ എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന് നമുക്ക് 4,65,000 രൂപയാണ് ചോദിക്കുന്നത്. 4,65,000. നമുക്ക് ലോണൊക്കെ ചെയ്യാൻ പറ്റും. ഒരു ലോൺ നമുക്ക് ഇതിന്റെ 4 ലക്ഷത്തിന് മേലെ ചെയ്യാൻ പറ്റും. 4 ലക്ഷത്തിന് വരെ മേലെ ചെയ്യാം. കാരണം മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ള വാഹനത്തിന് എല്ലാ ബാങ്കുകാരും മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കൂലേ, പ്രത്യേകിച്ചിട്ട് ടൊയോട്ട വാഹനങ്ങൾ. അപ്പൊ നിങ്ങൾ അതുപോലൊക്കെ വാഹനം തിരയുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വരിക. എത്തിയോസ് ക്രോസ് എന്ന് പറയുന്ന ഒരു വാഹനം ഒറ്റ പീസ് ഇപ്പൊ നിലവിലുള്ളൂ. അപ്പൊ ഈ ഒരു വാഹനം സ്പോർട്ടിലേക്ക് വാഹനമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. താല്പര്യമുള്ളവർക്ക് ഈ ഷോറൂമായിട്ട് ബന്ധപ്പെടാം. ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് 2014 മോഡലാണ്. എത്തിയോസ് ഡീസൽ GD എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്. GD വേരിയന്റ്. ഇത് 2 ലക്ഷം ഓടിയിട്ടുണ്ട്. 2 ലക്ഷം കിലോമീറ്റർ വാഹനം ആയതുകൊണ്ട് തന്നെ 2 ലക്ഷം ഒക്കെ സിമ്പിൾ ആയിട്ട് ഓടും. കാരണം അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഡീസൽ വാഹനം. ഇത് സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. സർവീസും കാര്യങ്ങളൊക്കെ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ അങ്ങനെ കൊണ്ടു നടക്കുന്ന വാഹനമല്ല. വേറെ കംപ്ലൈന്റ് ഒരു കുഴപ്പമുണ്ടാവില്ല. ടൊയോട്ട വാഹനങ്ങളുടെ ഏറ്റവും പ്രത്യേകത, പ്രത്യേകിച്ചിട്ട് ഡീസൽ വാഹനങ്ങളൊക്കെ ഇത്ര ലക്ഷം കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വാഹനങ്ങളാണെങ്കിലും വിറ്റ് പോകും. കാരണം അത് അതിനുള്ള എഞ്ചിൻ കപ്പാസിറ്റി ഉള്ള ഒരു വാഹനമാണ്. പ്രത്യേകിച്ചിട്ട് നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ GD എന്ന് പറയുന്ന ഈ ഒരു വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഇതിലിപ്പോ നമുക്ക് 2 എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോസ് ആണ്. ഇത് പിന്നെ ഈ വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 4 ടയറും പുതിയ ടയറുകളാണ്. വേറെ ഒന്നും ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ ഭാഗവും ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പൈസ എത്രയാണ്? 4.5 ലക്ഷം രൂപ. 4,50,000 ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ മാറ്റം, നെഗോഷ്യബിൾ പ്രൈസ് അല്ലേ പറയാൻ പറ്റും. ഇതിന് ലോൺ ചെയ്യാൻ പറ്റില്ലേ? ലോൺ ചെയ്യാം അല്ലേ? ഒരു 4 ലക്ഷം വരെയൊക്കെ ലോൺ കയറും. 4 ലക്ഷം വരെ പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് 4 ലക്ഷം വരെ 4 ലക്ഷം വരെ ലോൺ ചെയ്യാം. ഇത് 2015 മോഡലാണ്. 2015 മോഡൽ ലിവ G എന്ന് പറഞ്ഞ മോഡലാണ്. എത്തിയോസ് ലിവ G വേരിയന്റ്. അതായത് ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ വരുന്നത്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. നമുക്ക് 75,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. 75,000 കിലോമീറ്റർ. പെട്രോൾ ഡീസലോ? പെട്രോൾ മോഡലാണ്. ഈ G എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ്? ഇതിലിപ്പോ നമുക്ക് 4 ഡോർ പവർ വിൻഡോ വരും, AC വരും, പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ്, ABS, എയർ ബാഗ്, സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ? സെൻട്രൽ ലോക്ക് ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ടയറൊക്കെ ഇതിന്റെ പുതിയ ടയറുകളാണ്. പുതിയ ടയർസും കാര്യങ്ങളാണുള്ളത്. ഇതിന് നമുക്ക് ഒരു 6 മാസം വാറന്റി ഉണ്ടായിരിക്കും. 6 മാസം വാറന്റി കൊടുക്കുന്നുണ്ട്. ഒരു സർവീസും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടാവും. ഇതിനെ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമുക്ക് 4,25,000 രൂപ. 4,25,000. ഒരു 3,75 ഒക്കെ നമുക്ക് ലോൺ ഈസി ആയിട്ട് കയറും. ഒരു 50,000 രൂപ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ 6 മാസത്തെ വാറന്റിയോട് കൂട്ടി എത്തിയോസ് ലിവ നമുക്ക് സ്വന്തമാക്കാം. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട്. ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽസ്, ഇത് 2011 മോഡലാണ്. പെട്രോള് ലിവ എത്തിയോസ് ലിവ G എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്. 1 ലക്ഷം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. തേർഡ് ഓണർ വണ്ടിയാണ്. പെട്രോൾ ഡീസലോ? പെട്രോൾ വണ്ടിയാണ്. G എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ വരുന്ന മോഡലാണ്. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്? ഇതിൽ നമുക്ക് വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, 4 ഡോർ പവർ വിൻഡോ, ഇതിന്റെ ടയേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിന് സ്പെഷ്യലായിട്ട് അലോയ്സും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. കസ്റ്റമർ ചെയ്തിട്ടുള്ളതാണ്. അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. നല്ലൊരു അലോയ് വീലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പുതിയ ടയേഴ്സ് ആണല്ലേ. ഇതിന് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സർവീസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യണ വണ്ടിയാണ്. പ്രോപ്പറായിട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വാഹനമാണ്. ഇതിന് എത്ര ചോദിക്കുന്ന പ്രൈസ്? നമുക്കിത് 3 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 3 ലക്ഷം. 2011 ലോൺ ചെയ്യാൻ പറ്റും. നമുക്ക് ടൈമിൽ കുറച്ച് വ്യത്യാസം, 5 ഇയർ ഒന്നും ഉണ്ടാവില്ല. നമുക്കൊരു 3 വർഷം അല്ലെങ്കിൽ 2 വർഷത്തിന്റെ ആ റേഞ്ചിലൊക്കെ ലോൺ ചെയ്യാൻ പറ്റും. ലോൺ നമുക്ക് എന്തായാലും ഇതിന് ചെയ്യാം. ലോൺ എന്തായാലും കിട്ടും. 2011 കിട്ടാതിരിക്കുന്നില്ല. പക്ഷേ 2 വർഷം 3 വർഷമൊക്കെ മാക്സിമം കിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തോട്ട് നമുക്ക് കിട്ടില്ല അല്ലേ?